ക്രൊയേഷ്യൻ സ്വാതന്ത്ര്യയുദ്ധം പൊട്ടിപ്പുറപ്പെട്ട 1985 ലൂക്ക ജനിക്കുന്നത്. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ വീട് തകർത്തു, മുത്തച്ഛന് വെടിവെച്ചു കൊന്നു. പിന്നീട് അഭയാർത്ഥി ക്യാമ്പായ ഹോട്ടലിലായിരുന്നു താമസം. ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ലൂക്ക പന്ത് തട്ടി കളിച്ചത്. ലൂക്കയുടെ കളി മികവ് മനസ്സിലാക്കിയ അച്ഛൻ ഒരു പ്രാദേശിക ഫുട്ബോൾ അക്കാഡമിയിൽ കുട്ടിയെ ചേർത്തു. തൻ്റെ ശാരീരിക ഘടന കൊണ്ട് ധാരാളം അവഗണനകൾ നേരിട്ടു. പക്ഷെ അതൊന്നും ലൂക്കയെ തളർത്തിയില്ല. 16-ാമത്തെ വയസ്സിൽ രാജ്യത്തെ പ്രമുഖ ക്ലബ്ബ് ഡിനാമോ സഗ്രബ് ലൂക്കയുമായി കരാറിൽ ഒപ്പിട്ടു. പിന്നീട് അങ്ങോട്ട് ലൂക്കയുടെ ജൈത്രയാത്രയായിരുന്നു. ടോട്ടനം ഹോട്ട്സ്പർ, റിയൽ മാഡ്രിഡ് തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളിൽ കളിച്ച് അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായി മാറി. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള വാളണ്ടിയർ പുരസ്കാരവും അദ്ദേഹം നേടിയെടുത്തു. പോർച്ചുഗലിനോട് തോറ്റ് ക്രൊയേഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായതോടെ ലൂക്ക മോഡ്രിച്ച് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലെ ഒരു നോവായി മാറുകയായിരുന്നു.